എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ജനങ്ങള് അവരെല്ലാവരും ലൂഫിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിലും പൈററ്റ്സുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. രക്ഷകരെ പോലെ വന്ന് അവസാനം നമ്മുടെ തന്നെ കഴുത്തറക്കും. ഡോഫ്ലമിംഗോ നമ്മുടെ കാലിനായി മാറിയതുപോലെ തന്നെ ഈ സ്ട്രോഹാറ്റ് ലൂഫി അവനിപ്പോ നമ്മുടെ പ്രിൻസസിനെ അടിച്ചുകൊണ്ട് പോവാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ മരിച്ചാലും നമ്മുടെ പ്രിൻസസ് റബേക്കയെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ തീർച്ചയായിട്ടും അവളെ രക്ഷിച്ചേ മതിയാവെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാവരും കയ്യിൽ കിട്ടിയ പൈപ്പും ഇരുമ്പൊക്കെ ആയിട്ട് ലൂഫിയുടെ പിന്നാലെ തന്നെ വരും. ചിലരാണെങ്കിൽ ലൂഫി ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഓടുന്ന കണ്ട് ഇനിയൊക്കെ വെച്ച് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ലൂഫി ആണെങ്കിൽ ഒരു വിധത്തില് ചാടി ഓടി ഒരു സ്ഥലത്തെത്തി എന്നവൻ കരുതുമ്പോഴായിരിക്കും അവിടെ മുഴുവൻ ഒരു ബറ്റാലിയൻ നേവി സോൾജിയർ ആണെങ്കിൽ ഇപ്പോ ലൂഫിക്ക് ഒരു വാർണിംഗ് കൊടുക്കും. മര്യാദയ്ക്ക് നീ സറണ്ടർ ആവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ കാരണം ആ പ്രിൻസസിന് കൂടെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഉടനെ ലൂഫി ആണെങ്കിൽ അവളെയും തൂക്കിയെടുത്ത് ാനായിട്ട് ആരംഭിക്കും. പ്രിൻസസിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. ആണെങ്കിൽ ലൂഫിയെ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇവിടെ സോൾജിയേഴ്സിനാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവന്റെ തോളില് പ്രിൻസസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ സീപ്രസൻ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ നെറ്റുകൾ എറിഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ നെറ്റുകളിൽ നിന്നും ബുദ്ധിപരമായി അങ്ങനെ എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്താ അവസാനം ഒരു നെറ്റില് അവർ കുടുങ്ങുകയാണ്. നമ്മുടെ റബേക്ക അവള് ബുദ്ധിപരമായി ആ നെറ്റ് അഴിച്ചുവിട്ട് ലൂഫി മുൻപോട്ടേക്ക് പായും. പക്ഷെ അപ്പോഴേക്ക് സോൾജിയർ അവർ വീണ്ടും റൗണ്ട് ചെയ്യാണ്. ലൂഫി പിന്നെ ഒന്നും നോക്കില്ല, അവളെ അങ്ങനെ ചേർത്ത് പിടിച്ച് കണ്ണും പൂട്ടി ചുറ്റുമുള്ള സോൾജിയേഴ്സിനെ എല്ലാം അച്ചറം പൊച്ചറ കെട്ടിക്കും. ലൂഫി അവന്റെ കൈ അതങ്ങനെ നീട്ടി ബിൽഡിങ്ങിൽ പിടിച്ച് താഴേക്ക് ചാടുകയാണ്. റബേക്ക ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. പക്ഷെ ലൂഫിക്ക് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അവൻ ഓരോ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയും ചാടി ഓടും. കയ്യിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും വിടാതെ തിന്ന് തീർക്കും. ലൂഫി റബേക്കയോട് പറയും, നിന്നെ ഞാൻ സേഫ് ആയിട്ട് കൈറോസിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വിടാം. അവിടെ വെച്ച് നിനക്ക് ആളുടെ ഒപ്പം പോവാം. അതിനുശേഷം ഞാനും എന്റെ ക്രൂവിന്റെ കൂടെ ഈ ഐലാൻഡ് വിട്ടു പോവും. നീ ചുറ്റും നോക്ക്, ഈ ഐലാൻഡിലുള്ള എല്ലാവരും നിനക്ക് വേണ്ടിയാണ് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവരുടെ കയ്യിൽ പെട്ട അവർ വീണ്ടും നിന്നെ തിരികെ ആക്ഷനിലേക്ക് റിങ്കു കിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. റബേക്കയാണെങ്കിൽ അവളുടെ പപ്പ കൈറോസ് ആൾ എവിടെയും ചോദിക്കും. അതിന് ലൂഫി ദൂരത്തായിട്ട് ആ ഫ്ലവർ ഫീൽഡിന്റെ നടുവിലുള്ള കൈറോസിന്റെ വീട് കാണിക്കും. ഞങ്ങൾ ഇത്രയും നേരവും ആ ഫ്ലവർ ഫീൽഡിലുള്ള കൈറോസിന്റെ വീട്ടിലായിരുന്നു. അവൻ അവിടെ തന്നെയുണ്ട്. നിന്നെ ഞാൻ അവന്റെ അടുത്താക്കും. പിന്നീട് നിങ്ങൾ അച്ഛനും മകൾക്കും തീരുമാനിക്കാം എവിടെ പോയി എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കൈറോസിനെ കാണിക്കും. കൈറോസ് ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ചാലോചിച്ച് ആ വീട്ടിലങ്ങനെ ഇരിക്കുകയാണ്. കൈറോസ് ആണെങ്കിൽ ആളുടെ വൈഫ് സ്കാർലറ്റിനോട് യാത്രയൊക്കെ ചോദിച്ച് ഓരോരോ സാധനങ്ങൾ എടുത്തു വെച്ച് പാക്ക് ചെയ്യാണ്. അതിനുശേഷം ചെറുപ്പത്തിലെ ആ നല്ല മൊമെന്റ്സ് അതൊന്നൊന്നായിട്ട് ആലോചിക്കും. ഇവിടെ റബേക്ക അവളും ചെറുപ്പത്തിൽ അവളുടെ പപ്പയും മമ്മയായിട്ടൊക്കെ ഉണ്ടായിരുന്ന അടിപൊളി മൊമെന്റ്സ് അത് ഓർത്തെടുക്കുകയാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും റബേക്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരവളെ ഒരുപാട് സ്നേഹത്തിലും കെയറിങ്ങിലൊക്കെയാണ് കൊണ്ടു നടന്നത്. അതിനുശേഷം ഐലാൻഡിൽ വലിയ കുഴപ്പമുണ്ടായതും ഡോഫ്ലമിംഗോ അവിടേക്ക് വന്ന് കൈറോസിനെ ഒരു ടോയ് സോൾജിയർ ആക്കി മാറ്റിയതും അവളുടെ അമ്മയെ കൊന്നതും അതെല്ലാം ഓർത്തെടുക്കും. അതിനുശേഷം ടോയ് സോൾജിയർ അവളെ പ്രൊട്ടക്ട് ചെയ്തതും അവളുടെ ബർത്ത്ഡേ അത് ആഘോഷിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തോർത്ത് റബേക്ക മുൻപോട്ട് ഓടും. പക്ഷെ എന്താ അവൾ കാട്ടിലൂടെ ഓടി വരുമ്പോ കാല് തട്ടി അവൾ തെറിച്ച് വീഴുകയാണ്. ഇവിടെ കൈറോസ് ആണെങ്കിൽ ഡോറൊക്കെ ലോക്ക് ചെയ്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഒരു കാരണവശാലും റോയൽ ഫാമിലിക്ക് ഞാൻ കാരണം ഒരു അപമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുമ്പോഴായിരിക്കും കൈറോസിനെ ഞെട്ടിച്ചുകൊണ്ട് ആളുടെ മകൾ റബേക്ക ആളുടെ മുൻപിൽ നിൽക്കുന്ന കാണുക. കയ്യിലും കാലിലും ഒക്കെ ഒരുപാട് പരിക്കൊക്കെ പറ്റി അവള് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ ടയർഡായിട്ട് നിൽക്കും. കൈറോസ് ആണെങ്കിൽ ഫുൾ കലിപ്പില് അവളോട് ദേഷ്യപ്പെട്ട് പറയും, ഞാൻ എഴുതിയ ലെറ്റർ അത് നീ വായിച്ചില്ലേ? ഞാൻ വളരെ ബാഡ് ആയിട്ടുള്ള ആളാണ്. റോയൽ ഫാമിലിയിലെ ഒരു പ്രിൻസസ് ആണ്. സോ ഒരു കാരണവശാലും നീ എന്റെ അടുത്തേക്ക് വരാനോ എന്റെ കൂടെ ജീവിക്കാനോ പാടില്ല. അതിന് റബേക്ക പൊട്ടിക്കരഞ്ഞ് അവളുടെ പപ്പയോട് പറയും, എനിക്ക് അമ്മയില്ല. ഇപ്പൊ എനിക്ക് ആകെയുള്ളത് എന്റെ പപ്പ മാത്രമാണ്. എന്റെ പപ്പ ആരാണെങ്കിലും എത്ര ബാഡ് ആയിട്ടുള്ള ആളാണെങ്കിലും എനിക്ക് എന്റെ പപ്പ തന്നെയാണ്. ഒരു കാരണവശാലും അത് ഞാൻ തള്ളി പറയില്ല. ഞാൻ കൈറോസിന്റെ മകളാണ്. നിങ്ങൾ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് വാക്ക് തന്നല്ലേ ചോദിച്ച് അവൾ കൈറോസിനെ ഹഗ് ചെയ്യും. കേൾക്കുമ്പോ ഇപ്പൊ കൈറോസിനും ഒരുപാട് ഹാപ്പിയായി. അവർ രണ്ടുപേരും അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വയലറ്റ് അവളാണെങ്കിൽ റിങ്കു കിങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. ആള് പറയും, റബേക്ക അവളുടെ പപ്പയുടെ അടുത്തേക്ക് പോയി. അവൾക്ക് ഇതുവരെ അവളുടെ പപ്പയുടെ അമ്മയുടെ സ്നേഹം മര്യാദയ്ക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും
അവളത് അനുഭവിച്ചോട്ടെ. അവളുടെ പിന്നാലെ നമ്മളിനി പോകേണ്ട ആവശ്യമില്ല. അത് കേട്ട് റിങ്കു കിങ് ആണെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയില്ല. വയലറ്റ് ആണെങ്കിൽ അവസാനമായിട്ട് റബേക്ക പറഞ്ഞ കാര്യം അത് ആലോചിക്കുകയാണ്. ഇനി മുതൽ എൻ്റെ ആന്റി വയലറ്റ്, നിങ്ങൾ വേണം ഈ രാജ്യത്തെ ഭരിക്കാനായിട്ട്. പ്രിൻസസ് പദവി അതെനിക്ക് വേണ്ട, അത് അനുയോജ്യമായിരിക്കുന്നത് അങ്ങേക്കാണെന്ന് പറഞ്ഞാണ് അവൾ കടന്നുപോയത്. ആക്ച്വലി റബേക്കയുടെ അമ്മ സ്കാർലറ്റ്, അവളും രാജ്യത്തിൽ നിന്ന് പോകുന്ന അതേ സമയം ഇതേ കാര്യം തന്നെയാണ് വയലറ്റിനോട് പറഞ്ഞത്. ശരിക്കും റബേക്ക അവളുടെ അമ്മയെ പോലെ തന്നെയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈസ്റ്റ് സൈഡ് കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഉസോപ്പും ചത്തലേനും എല്ലാവരും വലിയ ശബ്ദത്തിൽ ഇപ്പൊ ലൂഫിയുടെ പേര് വിളിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ഈസ്റ്റ് സൈഡിൽ ഇപ്പൊ നേവി ആൾക്കാര് അങ്ങനെ ഒന്ന് നിറയാണ്. മാത്രമല്ല ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. സോറോയ്ക്കാണെങ്കിൽ ആളെ കാണുമ്പോൾ വല്ലാത്തൊരു ആവേശം തോന്നും. കാരണം സോറോയ്ക്ക് ആളുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് ഓൾറെഡി ഒരു ആഗ്രഹമുണ്ട്. അവൻ സ്ക്വാഡ് എടുത്ത് ഇപ്പോ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സോറോയുടെ ഓരോ അറ്റാക്കിൽ നിന്നും അദ്ദേഹം അതിവിദഗ്ധമായി രക്ഷപ്പെട്ട് നമ്മുടെ ആൾക്കാരുടെ തൊട്ടടുത്തേക്ക് എത്തും. വൈസ് അഡ്മിറൽ ആണെങ്കിൽ ഇവിടെ ആകെ ഫുൾ കലിപ്പില് അങ്ങനെ നിൽക്കുകയാണ്. കാരണം റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി ഒരുപാട് പേരെ ഈസ്റ്റ് സൈഡിലേക്ക് അയച്ചു കഴിഞ്ഞു. പക്ഷെ അവരെ എല്ലാവരെയും നമ്മുടെ ചുന്ദരം പൈലറ്റും ടീമും തടഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല അവരുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്ന വെപ്പൻസ് ഒന്നും ഇപ്പൊ കാണാനില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ നേവി സോൾജിയേഴ്സിനെ കാണിക്കും. ആക്ച്വലി അവരുടെ വെപ്പൻസ് അതൊക്കെ തട്ടിയെടുത്ത് മറ്റാരുമല്ല, നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് ആണ്. മാത്രമല്ല നേവിയുടെ വാർഷിപ്പ് അത് 2 ഉണ്ടായിരുന്നത് നമ്മുടെ ലിയോയും ടീംസും ചേർന്ന് പരസ്പരം അങ്ങനെ തച്ച് വെച്ചിരിക്കുകയാണ്. നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ആ സ്റ്റിച്ച് അഴിക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ്. വേറൊരു ഭാഗത്ത് ഒരുപാട് സോൾജിയേഴ്സ് അവര് ബോഡിയൊക്കെ പാരലൈസ്ഡ് ആയിട്ട് അങ്ങനെ അനക്കമില്ലാതെ കിടക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പ്രിൻസസ് മൻഷരി, അവളാണെങ്കിൽ ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ഹീലിംഗ് പവർ അത് അവരുടെ ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. കൈറോസ് പറഞ്ഞ പ്രകാരമാണ് അവൾ അങ്ങനെ ചെയ്യുക. വൈസ് അഡ്മിറലിനാണെങ്കിൽ ഇപ്പൊ ഇൻഫർമേഷൻ കിട്ടും, ആ ലിറ്റിൽ പീപ്പിൾ അവരാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ സോൾജിയേഴ്സിനോട് ആ ലിറ്റിൽ പീപ്പിളിനെ അവിടുന്ന് അടിച്ചോടിക്കാനായിട്ട് പറയും. മറ്റൊരു ഭാഗത്ത് ചുന്ദരം പൈലറ്റും ടീമും അവരെല്ലാവരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ അറ്റാക്ക് ചെയ്യാനും അവിടുന്ന് പറഞ്ഞയക്കാനുമായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ട്രഫാൽഗറിലോയെ കാണിക്കും. ആളാണെങ്കിൽ സെൻഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് കോറോസോവിനെ കുറിച്ച് ചോദിക്കുകയാണ്. പിന്നെ സെൻഗോക്കു ആള് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ അവന്റെ അടുത്ത് പറയാനായിട്ട് തുടങ്ങും. ഈ കോറോസോം അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡോഫ്ലമിംഗോയുടെ ബ്രോ ആണ്. നമ്മുടെ ബ്രോയെ ലാസ്റ്റ് ടൈം സെൻഗോക്കു കോണ്ടാക്ട് ചെയ്ത സമയം സെൻഗോക്കു ആളോട് പറഞ്ഞത് ആ വൈറ്റ് ഡിസീസിന് യാതൊരു വിധത്തിലുള്ള മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ സെൻഗോക്കുവിന് അപ്പോഴും ട്രഫാൽഗറിലോയ്ക്കാണ് ആ ഒരു അസുഖം ഉള്ളത് എന്നറിയില്ലായിരുന്നു. ആക്ച്വലി സെൻഗോക്കുവിന് ബ്രോയെ ഒരുപാട് ഇഷ്ടമാണ്. വളരെ ചെറുപ്പത്തിലാണ് ബ്രോയെ സെൻഗോക്കുവിന്റെ കയ്യിൽ കിട്ടിയത്. അന്നു മുതൽ സെൻഗോക്കു അവനെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചതും കൂടെ നിർത്തിയതും എല്ലാം. സോ അവന്റെ മരണ വാർത്ത സെൻഗോക്കുവിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരു സംഭവത്തില് അവർക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ത്യജിക്കേണ്ടി വന്നു. ഒന്ന് ഡോഫ്ലമിംഗോയുടെ ടീം, മറ്റൊന്ന് അവന്റെ ബ്രദർ, പിന്നെ ആ ഹോപ്പി ഡബിൾ ഫ്രൂട്ട്, അവസാനമായിട്ട് ആ വൈറ്റ് ഡിസീസ് ഉള്ള പുതിയ പൈറട്ട്. അതിന് ട്രഫാൽഗറിലോ പറയും, ആ വൈറ്റ് ഡിസീസ് ഉണ്ടായിരുന്ന പൈറട്ട് അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. സെൻഗോക്കു അവനങ്ങനെ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.